ഓപ്പറേഷൻ അങ്കൂറിൽ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്ത് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ രേഖകൾ പരിശോധിക്കാതെ പിടിച്ചെടുത്ത വാഹനം തിരികെ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം. വിഷയത്തിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ്. കസ്റ്റംസിന്റെ ഏകപക്ഷീയമായ നടപടി റദ്ദാക്കി വാഹനം തിരികെ നൽകണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വാഹനം സ്വന്തമാക്കിയത്. നികുതി വെട്ടിച്ചുവെന്ന ആക്ഷേപം വസ്തുതാവിരുദ്ധമാണെന്നും ദുൽഖർ സൽമാൻ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനവും കള്ളക്കടത്തും ലഹരി ഇടപാടും നടന്നതായി തെറ്റായ വിവരം കസ്റ്റംസ് മാധ്യമങ്ങളുമായി പങ്കുവച്ചുവെന്നും ദുൽഖർ കുറ്റപ്പെടുത്തുന്നു. വിഷയത്തിൽ ഹൈക്കോടതി കസ്റ്റംസിന്റെ വിശദീകരണം തേടി. അതിനിടെ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത വാഹനത്തിന്റെ ആദ്യ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. താൻ കബളിപ്പിക്കപ്പെട്ടു എന്നാണ് മാഹിൻ അൻസാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഞാൻ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ആഡ് കണ്ടാണ്. അപ്പോഴാണ് വണ്ടി എടുത്തത്. അവരുടെ നിന്നാണ് വണ്ടി എടുത്തത്. അതിനുശേഷം അവർ ആഡും കാര്യങ്ങളൊക്കെ ഡിലീറ്റഡ് ആണ്. ഒരുപാട് പേര് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കുറെ പൈസ നമ്മുടെ പൈസയും കൊടുത്തിട്ടുണ്ട്. അത് ലീഗലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം സാറുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.